UDF സ്ഥാനാർത്ഥി ശശി തരൂരിൻ്റെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയെ ചൂണ്ടിക്കാട്ടിയ ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ ഈ ഒരു മൃദു ഹിന്ദു സമീപനം അദ്ദേഹം പുലർത്തുന്നു എന്നുള്ളതാണ് പൊതുവേ ഇടത് ക്യാമ്പിൻ്റെ ഒരു വിമർശനം എന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴും നാലാം ഊഴത്തിൽ അദ്ദേഹം മത്സരിക്കുകയാണ്. അപ്പോൾ പാർലമെന്റിൽ മോദിയെ എതിർക്കാൻ ശശി തരൂർ പോകുന്നത് നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകളെങ്കിലും തിരുവനന്തപുരം നഗരത്തിലുണ്ട്. അവരോട് എന്താ പറയാൻ? അല്ലാതെ അത് മോദി എതിർക്കാൻ പോകണമെങ്കിൽ നിലപാടുകളാണ് വിഷയം. ഇപ്പം നമ്മൾ പാർലമെന്റിൽ പോകുന്നത് എന്താ? നമ്മളൊരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ പോവുക. നിലപാടുണ്ടോ? നിലപാടില്ലെങ്കിൽ പിന്നെ അവിടെ പോയി എങ്ങനെ എതിർക്കുന്നത് നിങ്ങൾ? ഞാൻ ചോദിക്കട്ടെ, ഈ മോദി എന്ന് പറയുന്ന ആള് നമ്മുടെ രാജ്യത്ത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലേ ഉള്ളൂ, RSSന്റെ പ്രചാരകനായിട്ട് പോകുന്നു. അങ്ങനെയുള്ള ഒരാളെ ഞാൻ 2024 പ്രധാനമന്ത്രിയായി കാണുന്നുവെന്ന് പറഞ്ഞാൽ അതിനർത്ഥം തരുൺ 2024 ബെസ്റ്റ് പ്രൈം മിനിസ്റ്റർ 2024 എന്ന് പറഞ്ഞാൽ എന്താ ഇതിന് പറയേണ്ടത്? അതൊരു സൂചന എന്ന് പറയുന്നത് വെറും സൂചനയാണോ അത്? അല്ലല്ലോ. നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമ്മളെ മനസ്സിനകത്തുള്ളിൽ പുറത്ത് പറയുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ ചൂണ്ടിക്കാണിക്കാതെയാണ്, മല്ലികാർജ്ജുൻ ഖാർഗെയെ ചൂണ്ടിക്കാണിക്കാതെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ചെറിയ കേസല്ല. ഒരിക്കലും പറയില്ല. ഞാനൊരിക്കലും ഏറ്റവും നല്ല പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് ഞാൻ പതിനെട്ട് ചോദിച്ചു, താങ്കൾ എന്ത് പറയും? അല്ല, ഞങ്ങൾ ഈ ഇന്ത്യ സഖ്യം ഉണ്ടല്ലോ, ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം കിട്ടുമ്പോൾ നമ്മൾ ആലോചിച്ചിട്ട് ആരും തീരുമാനിക്കും. ആ അഭിപ്രായം പറയേണ്ടത് ആ അഭിപ്രായം മാത്രമല്ല. നമ്മളിപ്പം ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് സത്യം പറഞ്ഞാൽ ഞാനൊരു ഭരണകക്ഷി MP ആയിരുന്നു. ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഞാൻ MP ആയിരുന്നല്ലോ. അന്ന് നമ്മളൊരു ഭരണകക്ഷി MP ആയിരുന്ന എനിക്ക് ചുമതലയില്ലേ? ആ ഭരണകക്ഷി MP ആയിരിക്കുന്നത് ഞാൻ അന്ന് നമ്മൾ കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമ്മളിപ്പം ചിലർ ചോദിക്കും, ഇപ്പം നിങ്ങൾ പോയാലും UDF പോയാലും രണ്ടും കണക്കല്ലേ? കേന്ദ്രത്തിൽ പോയാലും ഇപ്പം കേരളത്തിലുള്ള 20 സീറ്റും ഇവിടെ വരുന്ന ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് 20 സീറ്റ് കിട്ടും. പക്ഷെ ഇന്ത്യ സഖ്യത്തെ നേർവഴിക്ക് കൊണ്ടുപോകണമെങ്കിൽ സംശയം വേണ്ട, ഇടതുപക്ഷം വേണം. ആ ഇടതുപക്ഷത്തിന് ഗുണം കൊണ്ടാണ് കേരളത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിൽ ഇപ്പൊ കാണുന്ന തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടായത്, വിവരാവകാശ നിയമം അതാ ഉണ്ടായത്, വനാവകാശ നിയമം അതാ ഉണ്ടായത്. അന്നത്തെ നമ്മളെ നിലപാട്, ആ നിലപാടുള്ള ആളുകൾ പോകണം. നിലപാടാ വിഷയം. ശശി തരൂർ പ്രഗത്ഭനാണ്. അദ്ദേഹത്തിന്റെ അറിവിനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ജ്ഞാനത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെക്കുറിച്ചും ഒന്നും ഞാനൊരൊറ്റ വാക്കും അറിയില്ല. പക്ഷെ നിലപാടാണ് പ്രശ്നം. ആ നിലപാടിൽ അദ്ദേഹം ചാഞ്ചാട്ടം കളിക്കുന്നത് എന്തിനാ? അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് ഈ പാർലമെന്റ് സീറ്റ് എന്ന് പറയുന്ന ഒരൊറ്റ ഒരു കാര്യമുള്ളൂ, മറ്റു രാഷ്ട്രീയമില്ല, പൊതുരാഷ്ട്രീയത്തെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള എന്തോ ഒരു മിസ്സിംഗ് ആണ്. മിസ്സിംഗ് എന്നല്ലേ ഇപ്പൊ പറയുന്നത്. ഞാൻ വലിയ വാക്ക് ഉപയോഗിക്കുന്നത് നല്ലതല്ലോ. അതുകൊണ്ട് നിങ്ങൾ സംശയിക്കണ്ട. തിരുവനന്തപുരം പാർലമെന്റ് സീറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയം കൈവരിച്ച് വരുമെന്ന് പൂർണ്ണ വിശ്വാസമാണ്. ആ മൈനോറിറ്റി വോട്ടുകളും തീരദേശ വോട്ടുകളും ആ വോട്ടുകൾ ഒരു വലിയ വിഭാഗം നമ്മളവിടെ വരും, നമ്മളവിടെ ഉറപ്പായിട്ട് വരും. കാരണം എന്താ പറഞ്ഞാൽ അവർക്കറിയാലോ അവരെ സഹായിക്കാനാരാ. ഞാൻ ചോദിക്കട്ടെ, ഈ ശശി തരൂർ MP ആയിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അദാനിയെ ഞാനാ കൊണ്ടുവന്നതെന്ന്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് കാരോട് റോഡ് ഞാനാ കൊണ്ടുവന്നതെന്ന്. അദ്ദേഹത്തിന് ആരോ എഴുതി കൊടുത്തായിരിക്കും. അദ്ദേഹം ഒരിക്കലും പറയാനിടയില്ല ആരോ എഴുതി കൊടുത്ത. കാരോട് റോഡ് മദ്യമായിട്ട് എന്താ ബന്ധം? ഒന്ന്. പിന്നെ ഈ അദാനിയായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അദാനി ചെയ്യുന്ന വളരെ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടുത്തെ ആളുകളെ അനുഭവിക്കുക, തീരദേശത്തെ അനുഭവിക്കുമ്പോൾ അദാനിയായിട്ട് ഞാൻ ആ അദാനിനെ കൊണ്ടുവന്നെന്ന് പറയുന്നത്. ഇതൊക്കെ ജനങ്ങളെ ബാധിക്കും, ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ 2021 നിങ്ങളെ മനസ്സിലുണ്ടായിക്കോട്ടെ, അന്ന് 42% വോട്ട് ഇടതുപക്ഷത്തിനുണ്ടായിരുന്നത്. അന്നാണ് BJP ഒരു സീറ്റ് ഉണ്ടായിരുന്നത്, ആ സീറ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്തത്. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് അരുൺ ഒന്ന് പറഞ്ഞോളൂ. എനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു രാഷ്ട്രീയ കടമയാണ്. ആ കടമ ഞാൻ നിർവഹിക്കുകയാണ്. പക്ഷെ ജയിച്ചു വരിക എന്നുള്ളത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ആവശ്യമാണ്. അത് നടക്കുമെന്ന് പൂർണ്ണ വിശ്വാസം എനിക്ക്. താങ്ക് യു ശ്രീ പന്ന്യൻ. ഒറ്റ കാര്യം കൂടി, നമ്മൾ PV അൻവർ ഇന്നലെ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, DNA പരിശോധിക്കണം. അത്തരം സ്റ്റേറ്റ്മെന്റുകൾ ഈ സാഹചര്യത്തിൽ ഒഴിവാക്കുന്നതാണോ നല്ലത്? രാഹുൽ ഗാന്ധി പറയുന്നത് എന്താണ്? രാഹുൽ ഗാന്ധി രാഷ്ട്രീയമായിട്ട് സംസാരിക്കുന്നില്ല. രാഷ്ട്രീയമായിട്ട് എന്ത് പറഞ്ഞാലും ഒരു പക്വത വരാത്ത ഒരാളാണ്. അപക്വമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളും. അയാളൊരു ഇന്ത്യ ലീഡർ ആവേണ്ടതല്ലേ? എന്നാലും സോണിയാഗാന്ധിയോ അതല്ല. ഞാൻ പാർലമെന്റിൽ ഇവരെ എല്ലാവരും എനിക്ക് അറിയുന്നല്ലേ. പാർലമെന്റിൽ വെച്ച് അന്ന് റാങ്ക് നിശ്ചയിച്ച അതിൽ നമ്മളെ സിന്ധ്യയും അതുപോലെ ഇവന് പൈലറ്റിന്റെ മകനില്ലേ, സച്ചിൻ പൈലറ്റ്, ഇയാൾ 3 പേരാ പുതിയ ആളുകളുണ്ടായിരുന്നു.
അന്ന് നമ്മൾ റാങ്ക് നിശ്ചയിച്ചത് നമ്മൾ ഫസ്റ്റ് സിന്ധ്യയുടെ മകനാണ് കൊടുത്തത്. സിന്ധ്യയുടെ മകനാണ്. ആ ഇയാൾ രാഷ്ട്രീയമായ ഒരു അപക്വമായ മനസ്സാണുള്ളത്, അതിന്റെ പ്രതികരണമാണ് കണ്ടത്. അതെ, രാഷ്ട്രീയ അപക്വമായ മനസ്സെന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആവേണ്ട ആളാ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആവേണ്ട ആളാ. അപക്വമായൊരു മനസ്സുമായിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാൽ എങ്ങനെയിരിക്കും രാജ്യം കുളന്നുകൊണ്ടുപോകും. ഓക്കെ, താങ്ക് യു സർ, താങ്ക്സ് എ ലോട്ട്. അപ്പോൾ ഈ ചൂടിനെ പ്രതിരോധിക്കാൻ ബനാന, നമ്മുടെ റോബസ്റ്റ പഴവും പുട്ടും അല്ലേ? അപ്പോൾ റോബസ്റ്റ പഴത്തിന് ഒരു പച്ചയുണ്ട്. അപ്പോൾ ആ പച്ച ഇത്തവണ LDF പിന്തുണയ്ക്കുമെന്ന് പൊതുവേ ഒരു സംസാരം സമസ്തയുടെ കാര്യത്തിലുണ്ട്. അപ്പോൾ കപ്പപ്പഴം വിട്ട് പച്ചപ്പഴവും കൂടി ഉണ്ട് ഒപ്പം അതൊരു രാഷ്ട്രീയ നിലപാട് കൂടിയാണെന്ന് ശ്രീ പന്തൻ പറയുന്നു. താങ്ക് യു ശ്രീ പന്തൻ രവീന്ദ്രൻ, താങ്ക്സ് എ ലോട്ട്. അപ്പോൾ ശ്രീ പന്തൻ രവീന്ദ്രൻ്റെ ഒരു സങ്കടം എന്ന് പറയുന്നത് പണം അനാവശ്യത്തിന് ഒഴുകുന്നു മണ്ഡലത്തിൽ എന്നുള്ളത്. രണ്ട് മാധ്യമങ്ങൾ ഏകപക്ഷീയമായ രീതിയിൽ പലപ്പോഴും ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഉണ്ട് എന്നതുപോലും ഭാവിക്കാതെ ചർച്ചകൾ നടത്തുന്നു എന്നതും ശ്രീ പന്തൻ രവീന്ദ്രന് വ്യക്തിപരമായി വിഷമം നൽകിയ കാര്യമാണ് എന്ന് നമ്മളോട് പറയുന്നു.